ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള മഹിളാ സമഗ്ര സൊസൈറ്റിയിലും ക്ഷീരവികസന വകുപ്പിലും ഭാരതീയ ചികിത്സാ വകുപ്പിലും കൂടാതെ മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിലും വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ്. 5ാം ക്ലാസ് മുതൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന പോസ്റ്റ് ഉണ്ട്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിലാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത്. ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം നടത്തുന്നത്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം കേരള മഹിളാ സമഗ്ര സൊസൈറ്റിയുടെ കീഴിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. കേരള മഹിളാ സമഗ്ര സൊസൈറ്റിയുടെ നിയന്ത്രണത്തിൽ വനിതാ ശിശു വികസന വകുപ്പിന്റെ സഹായത്തോടെ തിരുവനന്തപുരം ജില്ലയിൽ പ്രവർത്തിക്കുന്ന ഇന്റഗ്രേറ്റഡ് ചൈൽഡ് കെയർ സെന്ററിൽ വിവിധ തസ്തികകളിലേക്ക് വാക്കിൻ ഇന്റർവ്യൂ നടത്തുന്നുണ്ട്. അപ്പോൾ നിർദ്ദിഷ്ട യോഗ്യതയുള്ള വനിതാ ഉദ്യോഗാർത്ഥികൾ വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത, പ്രായം, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും സഹിതം മെയ് 3 രാവിലെ 11 മണിക്ക് കേരള മഹിളാ സമഗ്ര സൊസൈറ്റി കരമന കുഞ്ചാലമൂട് പ്രവർത്തിക്കുന്ന സംസ്ഥാന ഓഫീസിൽ നടക്കുന്ന ഇന്റർവ്യൂവിന് ഹാജരാവണം. അപ്പോൾ ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. ആദ്യം നഴ്സിംഗ് സ്റ്റാഫ് പോസ്റ്റാണ്. ഒരു ഒഴിവാണ് വന്നിട്ടുള്ളത്. ഇന്റഗ്രേറ്റഡ് ചൈൽഡ് കെയർ സെന്ററിലാണ് ഒഴിവ് വന്നിട്ടുള്ളത്. യോഗ്യത ജനറൽ നഴ്സിംഗ് അല്ലെങ്കിൽ BSc നഴ്സിംഗ് ആണ്. പ്രായം 25 വയസ്സ് പൂർത്തിയായിരിക്കണം. 30-നും 45-നും പ്രായപരിധിയിലുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. അടുത്തത് സൈക്കോളജിസ്റ്റ് പാർട്ട് ടൈം തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിട്ടുള്ളത്. ഒരു ഒഴിവാണുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് MSW അല്ലെങ്കിൽ MA സൈക്കോളജിയാണ്. പ്രായപരിധി 25 വയസ്സ് പൂർത്തിയാകണം. 30-നും 45-നും മധ്യ പ്രായപരിധിയിലുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. അടുത്തത് ക്ലീനിങ് സ്റ്റാഫ് തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിട്ടുള്ളത്. ഒരു ഒഴിവാണ് വന്നിട്ടുള്ളത്. ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് കെയർ സെന്ററിലാണ് ഒഴിവ് വന്നിരിക്കുന്നത്. ക്വാളിഫിക്കേഷൻ 5ാം ക്ലാസ് ആണ്. പ്രായം 20 വയസ്സ് പൂർത്തിയായിരിക്കണം. 30-നും 45-നും മധ്യ പ്രായപരിധിയിലുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇവിടെ തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കോഴിക്കോട് ജില്ലയിൽ മേലടി ബ്ലോക്ക് പഞ്ചായത്ത് 2025-26 വാർഷിക പദ്ധതിയുടെ ഭാഗമായി ജെൻഡർ റിസോഴ്സ് സെന്ററിൽ കമ്മ്യൂണിറ്റി വുമൺ ഫെസിലിറ്റേറ്ററെ നിയമിക്കുന്നുണ്ട്. വിമൻ സ്റ്റഡീസ്, ജെൻഡർ സ്റ്റഡീസ്, സോഷ്യൽ വർക്ക്, സോഷ്യോളജി, സൈക്കോളജി വിഷയങ്ങളിൽ ഏതിലെങ്കിലും ബിരുദാനന്തര ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. മെയ് 9 രാവിലെ 11 മണിക്ക് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ നടക്കുന്ന അഭിമുഖത്തിൽ നിങ്ങളുടെ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഇന്റർവ്യൂവിന് ഹാജരാവണം. അടുത്തത് ഭാരതീയ ചികിത്സാ വകുപ്പിലാണ് ഒഴിവ് വന്നിട്ടുള്ളത്. ഭാരതീയ ചികിത്സാ വകുപ്പിൽ ആയുർവേദ ഫാർമസിസ്റ്റ് നഴ്സ് തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട്. ആയുർവേദ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ നടത്തുന്ന 1 വർഷത്തെ ഫാർമസി ട്രെയിനിങ് കോഴ്സ് പാസ്സായവർ അല്ലെങ്കിൽ BPharm ആയുർവേദം യോഗ്യതയുള്ളവർക്ക് ഫാർമസിസ്റ്റ് തസ്തികയിലേക്കും, ആയുർവേദ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ നടത്തുന്ന 1 വർഷത്തെ നഴ്സ് ട്രെയിനിങ് കോഴ്സ് പാസ്സായവർ അല്ലെങ്കിൽ BSc നഴ്സിംഗ് ആയുർവേദം യോഗ്യതയുള്ളവർക്ക് നഴ്സ് തസ്തികയിലേക്കും അപേക്ഷിക്കാം. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ വയസ്സ്, വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്ന അസൽ രേഖകളും പകർപ്പും സഹിതം മെയ് 3 രാവിലെ 10:30 ജില്ലാ മെഡിക്കൽ ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് മലപ്പുറം ജില്ലയിലാണ് ഒഴിവ് വന്നിട്ടുള്ളത്. ക്ഷീരവികസന വകുപ്പിന്റെ വാർഷിക പദ്ധതി 2025-26 MSDP പദ്ധതി പ്രകാരം ജില്ലയിലെ 15 ബ്ലോക്കുകളിലേക്ക് വനിതാ കാറ്റൽ കെയർ വർക്കറെ തിരഞ്ഞെടുക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അപേക്ഷകർ 2025 ജനുവരിയിൽ 18 വയസ്സ് പൂർത്തിയായവരും 45 വയസ്സ് കഴിയാത്തവരുമായിരിക്കണം. അപേക്ഷകർ ബ്ലോക്ക് പരിധിയിലെ ക്ഷീര സഹകരണ സംഘത്തിൽ അംഗമായിരിക്കണം. ക്ഷീരവികസന യൂണിറ്റ് പരിധിയിൽ താമസിക്കുന്നവർക്ക് മാത്രമേ അപേക്ഷിക്കാൻ അവസരമുള്ളൂ. അപേക്ഷാ ഫോം ബന്ധപ്പെട്ട ക്ഷീരവികസന യൂണിറ്റ് ഓഫീസിൽ നിന്ന് ലഭിക്കും. അപേക്ഷാ ഫോമിൽ അപേക്ഷകന്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ പതിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് മലപ്പുറം ജില്ലയിൽ തന്നെ ക്ഷീരവികസന വകുപ്പിന്റെ തീറ്റപ്പുൽ കൃഷി വികസന പദ്ധതി പ്രകാരം ജില്ലയിലെ 15 ബ്ലോക്കുകളിലേക്ക് ഡയറി പ്രൊമോട്ടറെ തിരഞ്ഞെടുക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അപേക്ഷകർ ഈ വർഷം ജനുവരിയിൽ 18 വയസ്സ് പൂർത്തിയായവരും 45 വയസ്സ് കവിയാത്തവരുമായിരിക്കണം. SSLCയും കമ്പ്യൂട്ടർ പരിജ്ഞാനവുമാണ് വിദ്യാഭ്യാസ യോഗ്യത വരുന്നത്. ഡയറി പ്രൊമോട്ടറായി മുൻപ് സേവനം അനുഷ്ഠിച്ചവർക്ക് പ്രായപരിധിയിൽ ഇളവുണ്ട്. ക്ഷീരവികസന യൂണിറ്റ് പരിധിയിൽ താമസിക്കുന്നവർക്ക് മാത്രമേ അപേക്ഷിക്കാൻ അവസരമുള്ളൂ. അപേക്ഷാ ഫോം ബന്ധപ്പെട്ട ക്ഷീരവികസന യൂണിറ്റ് ഓഫീസിൽ നിന്ന് ലഭിക്കുന്നതാണ്. അപേക്ഷാ ഫോമിൽ അപേക്ഷകന്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ പതിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് മലപ്പുറം ജില്ലയിൽ MSP ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിലെ അൺഎയ്ഡഡ് പ്രീ പ്രൈമറി വിഭാഗത്തിൽ KG ടീച്ചറുടെ ഒഴിവിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഉദ്യോഗാർത്ഥികൾക്ക് പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിങ് കോഴ്സ് അല്ലെങ്കിൽ മോണ്ടിസറി ട്രെയിനിങ് അല്ലെങ്കിൽ ടീച്ചർ ട്രെയിനിങ് കോഴ്സ് എന്നിവയിൽ ഏതെങ്കിലും ഉണ്ടായിരിക്കണം.
അടുത്തത് എറണാകുളം ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിനോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന എംപ്ലോയബിലിറ്റി സെൻ്ററും ലയൺസ് ക്ലബ്ബും നോർത്ത് പറവൂരും സംയുക്തമായി മെയ് 3 തൊഴിൽമേള സംഘടിപ്പിക്കുന്നുണ്ട്. നോർത്ത് പറവൂർ മാർ ഗ്രിഗോറിയസ് അബ്ദുൾ ജലീൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നടക്കുന്ന തൊഴിൽമേളയിൽ SLC, +2, ബിരുദം, ITI, ഡിപ്ലോമ, എഞ്ചിനീയറിംഗ്, ബിരുദാനന്തര ബിരുദം എന്നീ യോഗ്യതയുള്ളവർക്ക് പങ്കെടുക്കാം. 1000-ലേറെ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഉദ്യോഗാർത്ഥികൾ www.empekm.in എന്ന വെബ്സൈറ്റ് രജിസ്റ്റർ ചെയ്തതിന് ശേഷം മെയ് 3 രാവിലെ 10 മണിക്ക് അഭിമുഖത്തിനായി തൊഴിൽമേളയ്ക്ക് ഹാജരാവണം. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.